ഹായ് ഗ്ലാംസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലാമർ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇത് എനിക്ക് PR ഒന്നും കിട്ടാനുള്ള അത്രയ്ക്ക് വലിയ സബ്സ്ക്രൈബേഴ്സും വലിയ ഇതൊന്നും നമുക്കൊന്നും ആയിട്ടില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്ത കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. ആ പ്രോഡക്റ്റ്സിനെ പറ്റി ഒരു റിവ്യൂ ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ചില പ്രോഡക്റ്റ്സ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു റീഫില്ല് കണക്ക് നമ്മൾ വാങ്ങിച്ചതാണ്. പിന്നെ പുതിയതായിട്ട് കെട്ടിയ ഒരു 2-3 പ്രോഡക്റ്റ്സ് ഉണ്ട്. പിന്നെ കെട്ടിയോ തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കളിയാക്കും, നീ ഗ്ലാമലിവിൻ്റെ പേര് ഇട്ടിട്ട് കോമാളി വീഡിയോസ് ആണല്ലോ ചെയ്യുന്നത്. കാരണം എൻ്റെ കുറേ ഷോർട്സ് വീഡിയോ ഫണ്ണിയായിട്ടുള്ള കുറച്ച് ഷോർട്ട് വീഡിയോസാണ്. ലോങ് വീഡിയോ കിട്ടാൻ എനിക്ക് ചെയ്യാൻ സമയം കിട്ടാറില്ല. കൂടുതലും അത് സമയം കിട്ടാറില്ല കാരണം കാരണം കുഞ്ഞിനെ വെച്ച് ലോങ് വീഡിയോ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഷോർട്ട് വീഡിയോ നമുക്ക് പിന്നെ ഇടയ്ക്ക് കുറച്ച് കിട്ടുന്ന നേരം കിട്ടുന്ന സമയത്ത് ഒരു ഇച്ചിരി സമയം മതി ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി. അതാണ് കൂടുതൽ അങ്ങനത്തെ ഷോർട്സ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ 3 ലിപ്സ്റ്റിക്സാണ്. മെബലിൻ്റെ സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞ അവരുടെ സീരീസിൻ്റെ 3 ലിപ്സ്റ്റിക്സാണ്. ഇത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് എൻ്റെ പൊന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇവരുടെ ഈ ലിപ്സ്റ്റിക്സ്. പിന്നെ വേറെയും ഒരു 5-6 ഷെയ്ഡ്സ് ഞാൻ ഓൾറെഡി കയ്യിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതാണെന്നാണ് ഞാനിത് വാങ്ങിക്കുന്നത് തന്നെ. ഇതിൻ്റെ വേറെ കുറേ ഷെയ്ഡ്സുകളുണ്ട് എൻ്റെ കയ്യിൽ. അപ്പം ഇത് ഞാൻ ഉപയോഗിക്കാതെ പുതിയതായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന 3 ഷെയ്ഡ്സാണ്. ഇതിനകത്തുള്ള ഷെയ്ഡ് എന്ന് പറയുമ്പോൾ 130 സെൽഫ് സ്റ്റാർട്ടർ, 170 ഇനിഷ്യേറ്റർ, 225 ഡെലിക്കേറ്റ്. 3 നല്ല അടിപൊളി ഷെയ്ഡാട്ടോ. ഞാൻ 3 ഇട്ട് നോക്കിയായിരുന്നു, ഒന്നും പറയാനില്ല. നല്ല ന്യൂ ഷെയ്ഡ്സാണ്. നല്ല ലിപ്സ്റ്റിക്കാട്ടോ ഇത്. ഇതിൻ്റെ MRP ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നത് 699. പക്ഷേ ഞാൻ 699 ഇത് ഒരിക്കലും ഞാൻ ഇത് വാങ്ങിച്ചിട്ടില്ല. ഞാൻ വാങ്ങിക്കത്തുമില്ല. ഞാൻ എപ്പോഴും വെയിറ്റ് ചെയ്യും. ഏതെങ്കിലും നമ്മുടെ ഫ്ലിപ്കാർട്ടിലെ ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ വരുമ്പോൾ ഒരു 350 അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് ആയ നൈക്ക, പർപ്പിൾ, ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇതിലെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ എപ്പോഴും ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇതിനകത്താണ് ലോ പ്രൈസ് കാണിക്കുന്നത്, അതിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. അപ്പം ഇപ്പോൾ എൻ്റെ കണവൻ ഇത് എനിക്ക് വാങ്ങിച്ചു തന്നത് പർപ്പിളിനാണ്. പർപ്പിൾ എന്തോ സെയിൽ എന്തോ ഈ ഇടയ്ക്ക് പോയിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരൻ അതിൽ നിന്നാണ് എനിക്കിത് വാങ്ങിച്ച് തന്നേക്കുന്നത്. നമുക്ക് സെയിൽ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഈ ലിപ്സ്റ്റിക്ക് ഒരു 350 to 450 അകത്ത് വാങ്ങിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള സമയത്ത് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഞാൻ കൂടുതലും മറ്റേ ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ലിപ്സ്റ്റിക്സ്. ഇവരുടെ ഈ മെബലിൻ്റെ സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞ ഈ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിന് റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. എൻ്റെ പോലെ എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് നടക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് നമ്മളെപ്പോൾ വീട്ടിൽ വരുന്നു അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹോൾ ഡേ ഇത് നിൽക്കും. ഹോൾ ഡേ കൂടെ ഇല്ലെങ്കിൽ 24 hours ഇല്ലെങ്കിലും പോലും ഇവർ 16 hours ആണ് പറയുന്നത്. ബട്ട് ഒരു മാക്സിമം 10 hours to 11 hours എന്തായാലും നിങ്ങളുടെ ലിപ്സിൽ കാണും ഈ ലിപ്സ്റ്റിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ടച്ച് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഇതൊരു ലിപ്സ്റ്റിക് പാലറ്റാണ്. എനിക്കതിൽ ഓൺ ദി മൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക് പാലറ്റ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തത് എനിക്ക് അറിയില്ല, പക്ഷേ ഇപ്പോൾ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിത് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങൾക്ക് നല്ലൊരു ക്രീമി ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക്, നല്ല ന്യൂഡ് ഷെയ്ഡ്സ് ഉള്ള ലിപ്സ്റ്റിക്ക് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു പാലറ്റ് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. ഇത് അവളുടെ തന്നെ ന്യൂഡ് പാലറ്റാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ന്യൂഡ് പാലറ്റാണിത്. ഇതൊരു 9 ഷെയ്ഡ്സ് കാണും. ഞാൻ ഓൾറെഡി ഇത് ജൂലൈ 19 ഇപ്പോൾ ഇന്നെന്നാണ് ജൂലൈ 26. അപ്പോൾ ഇന്ന് വരെ ഞാനിത് ഡെയിലി ഓരോന്നിങ്ങനെ കളർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഇത് ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് ഇടുന്നതിനെക്കാട്ടി ഞാനിത് ബ്ലഷായിട്ട് ഇടുവാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കാരണം സാധാരണ ക്രീം ലിപ്സ്റ്റിക്ക് കണക്കല്ല, അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരു 4 hours വരെ നമ്മുടെ ലിപ്സിൽ ഇത് കാണും. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈറ്റ് നമ്മുടെ ലിപ്സിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ ഇത്. നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടെന്ന് പോലും തോന്നത്തില്ല. നിങ്ങൾക്ക് ഇങ്ങനെയുള്ളവരാണ്, നിങ്ങളൊരു കോളേജിൽ പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതുപോലൊരു വീഡിയോ ഒക്കെ എടുക്കാനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പാലറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടും. ഇതിൻ്റെ റേറ്റ് ഇതൊരു MRP ഇട്ടേക്കാൻ 349. പക്ഷേ എന്തായാലും 349 ആയിരിക്കില്ല ഇത് വാങ്ങിച്ചിരിക്കുന്നത്. ഓഫർ പ്രൈസിൽ എന്തായാലും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു മസ്കാര കേട്ടോ. സ്വിസ് ബ്യൂട്ടിയുടെ പ്രിസിഷൻ തിക്നിങ് ലോങ് ലാഷ് മസ്കാര. ഈ മസ്കാര ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ തിരിച്ചിത് വാങ്ങിക്കുമെന്ന് ചോദിച്ചാൽ മേ ബി ഞാൻ വാങ്ങിക്കാൻ ചാൻസ് ഇല്ല. കാരണം നമ്മുടെ 45 രൂപയ്ക്ക് ഡാസ്ലറിൻ്റെ ഒരു മസ്കാര കിട്ടും. അത് വാട്ടർ പ്രൂഫ് അല്ല, പക്ഷേ അത് കുറച്ചും കൂടി നല്ല നമ്മുടെ ലാഷസിനെ കുറച്ചും കൂടി കർവ് ചെയ്യും, കുറച്ചും കൂടി തിക്നിങ് ആണ്. പക്ഷേ
ഇതങ്ങനെയൊന്നുമല്ല. ഇത് ലോങ് ആക്കുന്നു, നമ്മൾ ലാസ്റ്റ് ലോങ് ആക്കുന്നു ചോദിച്ചാൽ ലോങ് ആക്കുന്നത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആട്ടോ. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അതൊരു നാച്ചുറൽ ഫിനിഷ് വരും. നാച്ചുറൽ നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടറിയാം, ഇതിപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര നാച്ചുറൽ ഫിനിഷ്. നമുക്ക് മസ്കാര ഇട്ടതാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഫീൽ നമുക്കിത് തരുന്നില്ല. പക്ഷേ അതാ ഞാൻ പറയാം, എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് തിരിച്ച് വാങ്ങിക്കുമെന്ന് ചോദിച്ചാൽ മേ ബി ഞാൻ വാങ്ങിക്കാൻ ചാൻസ് ഇല്ല. മേ ബി ഞാൻ റിപ്പീറ്റ് ഇനി വാങ്ങിക്കുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ വാങ്ങിക്കാൻ ചാൻസ് ഇല്ല. പ്രൂഫാണ്, നല്ല വാട്ടർ പ്രൂഫാണ്. ഇത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴുകാൻ പോകുമ്പോഴും ഈ മസ്കാരയൊക്കെ യൂസ് ചെയ്യുന്ന ഗേൾസിനും ലേഡീസിനൊക്കെ അറിയാൻ പറ്റും. നമ്മളിത് കഴുകാൻ നേരത്തെ കണ്ണ് മൊത്തം ഇങ്ങനെ ഇല്ല കണക്ക് കള്ളന്മാരെ കണക്ക് ഫുള്ള് കറുപ്പായിരിക്കും. അത് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇത് അതൊന്നുമില്ല കേട്ടോ. നല്ല വാട്ടർ പ്രൂഫാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, ഒരു നാച്ചുറൽ ഫിനിഷ് ചെയ്യുന്ന ഒരു മസ്കാര. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇത് വാങ്ങിക്കാം, ഞാൻ വാങ്ങേണ്ടതൊന്നും പറയുന്നില്ല. ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം. പിന്നെ അല്ല നിങ്ങൾക്ക് കുറച്ചൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ലുക്ക് വേണം അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണെങ്കിൽ ഇത് വാങ്ങിക്കണ്ട. ഇത് നിങ്ങൾക്ക് ചിലപ്പം ഇതിനെത്ര റേറ്റ് എവിടെ ഇതിനകത്ത് റേറ്റ് കാണുമല്ലോ. ഞാൻ റേറ്റ് ഇത് 300 ആട്ടോ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. പക്ഷേ അതും ഓഫർ പ്രൈസിലായിരിക്കും, എന്തായാലും വാങ്ങിച്ചിരിക്കുന്നത് ഓഫറിലായിരിക്കും. ഞാൻ ഈ പറയുന്ന സാധനങ്ങളിൽ ഒന്നിൻ്റെ MRP എത്രയും രൂപ കൊടുത്തോമ്പോൾ ഞാൻ ഒന്നും വാങ്ങിക്കാറില്ല കേട്ടോ. അത് നമുക്ക് ഓഫർ പ്രൈസിൽ കിട്ടുമ്പോൾ ആർക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വാങ്ങിക്കാം, കടയിലൊക്കെ പോയി വാങ്ങിക്കാം. ഞാൻ കൂടുതൽ ഈ ഓൺലൈനിൽ ഇങ്ങനെ നമുക്ക് ഓഫറിൽ വാങ്ങിക്കാൻ വരുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ ഓൺലൈൻ ഷോപ്പ് ചെയ്യാറ്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു ഇത്. നല്ലതാണ്, നല്ലതല്ലാന്ന് പറയാൻ പറ്റില്ല. ഒരു നാച്ചുറൽ ഫിനിഷ് ചെയ്യുന്നൊരു മസ്കാരയാണ്. അടുത്തത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു എന്താ ഇത്, ഒരു ബ്ലഷ് ആട്ടോ. ഈ ബ്ലഷ് ഇത് അവർ ആക്ച്വലി അവർ ഇത്രയും പ്രോഡക്റ്റ്സ് വാങ്ങിച്ചു തന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ആ ലിപ് പാലറ്റും പിന്നെ ആ ഐലാഷസും വാങ്ങിച്ചതാണ് അവർ പർപ്പിളുകാർ ഫ്രീ ആയിട്ട് അയച്ചു തന്നൊരു സാധനം കേട്ടോ. ഇതിനെന്താണെന്ന് പറയുന്നത് സ്വിസ് ബ്യൂട്ടി ക്രീം ആൻഡ് ടിൻറ്റ്. ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ ഷെയ്ഡും എനിക്ക് അധികം ഇഷ്ടമായില്ല. അതുപോലെ തന്നെ എൻ്റെ ഒരു ബ്ലഷ് എനിക്ക് കുറച്ചൊരു പിങ്കിഷ് ആയിട്ടുള്ള ബ്ലഷാണ് ഇഷ്ടം. ഇത് കുറച്ചും കൂടി റെഡ് കളർ, ഒരു ടൈപ്പ് റെഡ് അല്ല, ഒരു ബ്രിക്ക് റെഡ് കളറാട്ടോ, ബ്രിക്ക് റെഡ്. എനിക്കിത് അത്ര ഇഷ്ടമായില്ല. ഇത് എന്തായാലും ഇത് തീർന്നാലും ഞാൻ വാങ്ങിക്കുന്നില്ല. ഇതിന് യൂസ് ചെയ്യുന്ന വെച്ചാൽ അത്രയും യൂസ് ചെയ്യാനും ചാൻസ് ഇല്ല. എനിക്കറിയില്ല, ഞാൻ ഇത് യൂസ് ചെയ്യില്ല കേട്ടോ. യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് ചിലപ്പം എനിക്കറിയില്ല. ഇത് എൻ്റെ ഒരു കൈൻഡ് ഓഫ് ബ്ലഷ് അല്ല. എനിക്ക് കുറച്ചൊരു പിങ്കിഷ് ആയിട്ടുള്ള ബ്ലഷാണ് ഇഷ്ടം. അതുപോലെ തന്നെ എനിക്ക് കുറച്ചൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് ഇഷ്ടം. ഇത് രണ്ടും അല്ല. ഇത് പിങ്ക്, മേ ബി ഇതിന് ചിലപ്പോൾ അവരുടെ വേറെ കളർ ഉണ്ടായിരിക്കും. സ്വിസ് ബ്യൂട്ടിക്കാർ കുറച്ച് നല്ലൊരു കളർ എനിക്ക് അയക്കായിരുന്നു. റെഡ് ആയതുകൊണ്ടാണ് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് അല്ല. ഇതിൻ്റെ MRP 219 ആണ് ഇട്ടേക്കുന്നത്. ഇതെനിക്ക് അവർ ഫ്രീ ആയിട്ട് അയച്ചു തന്ന സാധനം. പക്ഷേ ഇത് 219 വർത്തുന്നല്ല കേട്ടോ. നിങ്ങൾക്കപ്പോൾ വേറെ നല്ല ബ്ലഷും നല്ല സാധനങ്ങളൊക്കെ മാർക്കറ്റ് ഇതിൽ ചീപ്പായിട്ടുള്ള പ്രൈസിൽ കിട്ടുന്നതായിരിക്കും. അടുത്തത് ബ്ലൂ ഹെവൻ്റെ ഇതെന്തായിരുന്നു മേക്കപ്പ് ഫിക്സറാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നതായിരിക്കും ഇതെങ്ങനെ ഒലിവിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ മേക്കപ്പ് സാധനങ്ങളൊക്കെ. എനിക്ക് കൂടുതൽ പറയാമല്ലോ, എനിക്ക് ആരെങ്കിലുമൊക്കെ എനിക്കൊരു സ്വർണ്ണത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തന്നതിനെക്കാട്ടും എനിക്ക് ലിപ്സ്റ്റിക്കും ഇതേപോലെ മേക്കപ്പ് ഐറ്റംസൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇട്ടിരുന്ന സാധനങ്ങൾ പുള്ളി ചെക്ക് ചെയ്തൊക്കെ വാങ്ങിച്ചു തന്നതാണ്. അപ്പം ഇത് എൻ്റെ പൊന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം കേട്ടോ. ഞാൻ യൂസ് ചെയ്ത മേക്കപ്പ് ഫിക്സറിൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പറയാനില്ല. നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ പാക്കിൻ്റെയൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തതല്ല. എനിക്ക് ഫംഗ്ഷനിൽ നമ്മൾ പുറത്തുനിന്നുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇട്ട് തന്നപ്പോൾ ഞാൻ പറയല്ലോ അതൊന്നും എനിക്കധികം ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ എത്ര 1% 10% എത്രയേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ്. എത്ര റേറ്റ്? ഇതിൻ്റെ MRP 190 പക്ഷെ ഇത് നിങ്ങൾ MRP കൊടുത്ത് 190 കൊടുത്ത് വാങ്ങിക്കാനും വെർത്തായിട്ടുള്ള സാധനമായിട്ട് ബ്ലൂ ഹെവൻ്റെ ഈ മേക്കപ്പ് ഫീസ് ഭയങ്കര ഗ്ലോവി ആയിട്ടുള്ളൊരു ഫിനിഷ് ചെയ്യും. എനിക്ക് കുറച്ച് ഗ്ലോവി ആയിട്ട് മേക്കപ്പ് ഉപയോഗിക്കും. ഞാൻ ഡെയിലി ബേസിസ് യൂസ് ചെയ്തില്ല. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കുറച്ച് ഹെവി മേക്കപ്പ് ഒക്കെ ഇടുന്ന ദിവസങ്ങളിൽ അത് ഫിക്സ് ആയിട്ട് കുറച്ച് നേരം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊക്കെ നിൽക്കാനും ഒരു ക്ലംസിനെസ് ഇല്ലാണ്ടൊക്കെ നിൽക്കാനും നല്ലൊരു
മേക്കപ്പ് ഫിക്സറാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മേക്കപ്പ് ഫിക്സർ വാങ്ങിക്കുക യൂസ് ചെയ്യുന്നെങ്കിൽ ഈ ബ്ലൂ ഹെവൻ്റെ ഇത് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാട്ടോ. അത് സെക്കൻഡ് ബോട്ടിൽ കാരണം ഫസ്റ്റ് ബോട്ടിൽ താഴെ വീണ് പൊട്ടിപ്പോയി. ഇവരുടെ പാക്കേജിങ് അത്ര രസമില്ല, താഴെ വീണാൽ പൊട്ടിപ്പോകുന്നൊരു പാക്കേജിങ്. അതുകൊണ്ട് ആ പാക്കേജിങ് എനിക്ക് ഒഴിച്ച് ഇതിൻ്റെ ഇതിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുവാണെങ്കിൽ നല്ല പെർഫോമൻസാണ്, സത്യം പറയാം നല്ല പെർഫോമൻസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഒരു മേക്കപ്പ് ഫിക്സറൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മേക്കപ്പ് ഫിക്സർ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഇതെന്തായാലും വാങ്ങിക്കാം. അത് നല്ല ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ചെയ്ത ഒരു ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സാധനങ്ങൾ. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഞാൻ ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ മാറ്റണം എന്ന് തോന്നുന്നവർക്ക് അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.